ഡെലിവറി കഴിഞ്ഞ് വരുന്ന എൻ്റെ ഒട്ടുമിക്ക പേഷ്യൻസിനും കുറച്ച് ഡിപ്രഷൻ ഉണ്ടായിരിക്കും അവർക്ക്. ഓഫ് കോഴ്സ് പോസ്റ്റ് ഡെലിവറി ഡിപ്രഷനും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അതിൻ്റെ മെയിൻ റീസൺ അവർ പറയുക അവരുടെ ബോഡി ചേഞ്ചസ്, എസ്പെഷ്യലി അവർ വയറ് ഭയങ്കര സാഗ് ചെയ്തു, ലൂസായി, അങ്ങനെ ഒരുപാട് ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്രഷൻ ആയിരിക്കും അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. സോ ആസ് എ പ്ലാസ്റ്റിക് സർജൻ എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്? ഹൗ യു ക്യാൻ ഹെൽപ്പ് ദം? അപ്പം ഈ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള വയറിനെ കുറിച്ചുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് ഒരു ലേഡിക്ക് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ അവിടുത്തെ ഫാറ്റ് എക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം അവർക്ക് സ്കിൻ എക്സസ് ആയിട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു പ്രശ്നം സ്കിൻ എക്സസ് ആയിട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. മൂന്നാമത്തെ കാര്യം അവരുടെ സ്ട്രെച്ച് മാർക്സും കാര്യങ്ങളും അവർക്ക് അവിടെ ഉണ്ടാവും. നാലാമത്തെ കാര്യം അവരുടെ മസിലും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വിണ്ടിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ എല്ലാ സംഭവങ്ങളും ഈ എല്ലാ ഇഷ്യൂസിനെയും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സിംഗിൾ ഡേയിലുള്ള പ്രൊസീജിയർ ഒരു ടമ്മി ടക്ക് സർജറിയാണ്. അതായത് നമ്മൾ ഈ എക്സസ് ആയിട്ടുള്ള സ്കിന്നിനെ കട്ട് ചെയ്ത് നമ്മൾ ആ ഫാറ്റും കാര്യങ്ങളൊക്കെ കോൺടൂർ ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ലൈപ്പോസെഷൻ പോലെ പ്രൊസീജിയർ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ഓൺ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് ടമ്മി ടക്ക് പോലൊരു പ്രൊസീജിയറാണ്. ഇതുപോലെ പേഷ്യൻസിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ നമ്മൾ കാണാറുണ്ട്. ബോളിവുഡിലെ പല സെലിബ്രിറ്റീസും മറ്റവരും ഒക്കെ അവർ ചോദിക്കാറുണ്ട് പ്രസവം കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ടോ സിനിമയ്ക്ക് തീരെ വയറില്ല അതേപോലെ തന്നെ കാരണം വെച്ചാൽ ഒന്ന് അവർ ഡെഫിനറ്റ്ലി അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നല്ല എക്സസൈസും വർക്കൗട്ടും കാര്യങ്ങളുണ്ടാവും. മൂന്നാമത്തത് അതുപോലുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അതൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ആ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരിക. അത് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ പ്രീ പ്രഗ്നൻസി സ്റ്റേജിലുള്ള ഒരു ഫോമിലോട്ട് കൊണ്ടുവരാൻ പറ്റുക.